പറയാതിരിക്കാൻ വയ്യാട്ടോ, നമ്മുടെ ജിൻഡോയ്ക്ക് കാഞ്ഞ ബുദ്ധിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് മോർണിംഗ് ടാസ്കിൽ ജിൻഡോ ഒരു സംഭവം എടുത്തിട്ടു. അതായത് മോർണിംഗ് ടാസ്ക് നുണ പറയാനുള്ള ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ജിൻഡോ പറഞ്ഞു, റസ്മിനെ കുറിച്ചാണ് ജിൻഡോ പറഞ്ഞത്. ജിൻഡോ പറഞ്ഞു, റസ്മിനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് റസ്മിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനും റസ്മിനും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നുണ പറയുന്ന ടാസ്ക് അല്ലേ, അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ജിൻഡോ ഒരു സംഭവം എടുത്തിട്ടു. അതായത് റസ്മിൻ പുറത്ത് പോയി വന്നിട്ട് ടിഷ്യൂ പേപ്പറിൽ എന്തൊക്കെയോ എഴുതിയിട്ട് ബാത്റൂമിൽ അവിടെ വാഷ്റൂമിന്റെ ആ ഭാഗത്ത് വെച്ചു. അത് നോറ മറ്റവർക്കൊക്കെ കിട്ടി എന്നുള്ള അർത്ഥത്തിൽ ജിൻഡോ പറഞ്ഞു. അത് നുണയായിട്ട് ജിൻഡോ പറഞ്ഞു. ജിൻഡോ സത്യത്തിൽ നുണയായിട്ട് പറഞ്ഞു, അത് അവർക്ക് അങ്ങനെ ഒഴിവാക്കി വിട്ടാൽ മതിയിരുന്നു. പക്ഷെ റസ്മിൻ ടെൻഷനായിട്ട് ഇത് കഴിഞ്ഞ ഉടനെ, അതായത് പുറത്തുള്ള കാര്യങ്ങള് റസ്മിൻ അകത്ത് വന്ന് പറഞ്ഞു എന്നാണ് ജിൻഡോ പറയുന്ന ആരോപണം കേട്ടോ. അത് ജിൻഡോ വളരെ കൃത്യമായിട്ട് മോർണിംഗ് ടാസ്കിൽ വേറെ രീതിയിൽ ചെയ്തു. അത് ശരിക്കും കൊള്ളണ്ടടുത്ത് റസ്മിൻ അത് ബിഗ് ബോസിനോട് ഒരു കംപ്ലൈന്റ് ആയി പറഞ്ഞു. റസ്മിൻ അത് അവിടെ വിട്ടിരുന്നെങ്കിണ്ടല്ലോ ഇതൊരു ഇഷ്യൂ ആവില്ലായിരുന്നു. മാത്രമല്ല ഇത് ആരും വല്ലാണ്ട് ശ്രദ്ധിക്കില്ലായിരുന്നു. റസ്മിൻ എന്ത് ചെയ്തു, പൊട്ടത്തരം കാണിച്ച് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പവർ ടീമിൽ പോയി പറഞ്ഞു. പവർ ടീം അതിലും വലിയ പൊട്ടന്മാരാ. പവർ ടീം പറഞ്ഞു ഇത് കേസായിട്ട് എടുക്കാന്ന്. കാരണം അത് കേസായിട്ട് എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കേസായിരുന്നു. എന്നിട്ട് പവർ ടീം അത് കേസായി എടുത്ത് എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ ഇവർക്കൊന്നും സംസാരിക്കാല്ലേ, റസ്മിന്റെ മര്യാദയ്ക്കൊന്നും പറയല്ലേ, കാരണം തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. റസ്മിൻ പറഞ്ഞു വന്നപ്പോൾ റസ്മിൻ പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് പറഞ്ഞു എന്നുള്ള പോലെയാണ് ജിൻഡോ വാദിച്ചത്. അതിൽ കുറച്ച് ഗബ്രിക്കൊക്കെ ഇത്തിരി ബുദ്ധിയുള്ളതുകൊണ്ട് ഗബ്രി പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം തെളിവില്ലല്ലോ, റസ്മിൻ പുറത്ത് പോയപ്പോഴും ക്യാമറ ഇല്ലല്ലോ എന്നുള്ളൊക്കെ രീതിയിൽ ഗബ്രി പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഒരാൾ അവിടെ കൊളാക്കി, നമ്മുടെ നോറ ചേച്ചി എണീറ്റ് എന്നിട്ട് പറയാ, ഞാനും ഇയാൾ കൂടെ അബദ്ധത്തിൽ ഒരു ഫോട്ടോ എടുത്തു ബർത്ത്ഡേക്ക്, അത് ഇയാൾ എന്തിനാ സ്റ്റോറിയൊക്കെ ഇട്ട് എന്നുള്ളതിൽ അറിയാണ്ട് നോറ പറഞ്ഞു പോയി. അപ്പൊ എനിക്കൊരു സംശയം, എങ്ങനെ നോറ അതറിഞ്ഞു? റസ്മിൻ പുറത്ത് പോയി വന്നിട്ട് പറയാതെ അറിയോ? ജിൻഡോന്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ആയിട്ട് ഈ ഫോട്ടോ ഈയിടെ അടുത്തല്ലേ ഇട്ടത്. അപ്പൊ അത് നോറ പുറത്തുനിന്ന് അറിഞ്ഞിട്ട് നോറയ്ക്ക് റസ്മിൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നാണ് എന്റെയും തോന്നല്. എന്തായാലും കൊളായി. അപ്പോഴേക്കും റസ്മിൻ നോറയുടെ വായടപ്പിച്ചു, അതൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് എല്ലാവരും നോറേനെ അവിടെ ഇരുത്തി. പിന്നെ നോറേനെ സംസാരിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം. നോറയ്ക്കാണെങ്കിൽ പറഞ്ഞ് പെട്ട പോലെ തോന്നും ചെയ്തു. നോറ അതും പറഞ്ഞ് എന്തൊക്കെയോ പ്രശ്നവും പറഞ്ഞ് അവിടുന്ന് ആരും നോറയുടെ സംസാരം കേൾക്കണില്ല എന്നുള്ള പോലെ അവർ റൂമിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും റസ്മിൻ ആകെ നാറി, ഒരു ആവശ്യമില്ലാണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തിട്ടത്. എന്തോ റസ്മിൻ എന്തായാലും പുറത്ത് പോയി വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഇത് നമ്മൾ ചർച്ച ചെയ്യില്ലായിരുന്നു കേട്ടോ. ജിൻഡോ ഒന്ന് മോർണിംഗ് ടാസ്കിൽ ഇത് എടുത്തിട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ചയായത്. പറയാതിരിക്കാൻ വയ്യ, ജിൻഡോയ്ക്ക് ഭയങ്കര ബുദ്ധിയാണ്. ജിൻഡോ ഒരു സംഭവം, ഒരു കോണ്ടന്റ് അവിടെ ഉണ്ടാക്കി, അത് റസ്മിനെയും മറ്റുള്ളവരെയൊക്കെ ബാധിക്കുന്ന രീതിയിലും ആയി.